നവകേരള സദസ്സ് നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ 982 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന മന്ത്രിസഭ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും 140 മണ്ഡലങ്ങളിൽ സഞ്ചരിച്ച് തീരുമാനിച്ച പദ്ധതികൾക്കാണ് പണം അനുവദിച്ചത്. ആസൂത്രണ ബോർഡിന്റെ മാർഗനിർദ്ദേശമനുസരിച്ചാണ് ഇത് നടപ്പാക്കുക. റഹീസ് റഷീദ് എത്തുന്നു നമുക്കൊപ്പം. റഹീസ് റഷീദ്, നവകേരള സദസ്സിന് ശേഷം എന്തായി? പരാതികൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ പരാതികളിൽ പലതും തീർപ്പാക്കാത്തതിന്റെ ഒരു നാണക്കേടുണ്ടായിരുന്നു. എന്നാൽ ഈ യാത്രയിൽ കണ്ടെത്തിയ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ലഭിച്ച നിർദ്ദേശങ്ങൾ അതെല്ലാം വെച്ചുകൊണ്ടുള്ള പദ്ധതി നിർവഹണത്തിലേക്ക് കടക്കുകയാണോ സർക്കാർ? സുജയ, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നായിരുന്നു ആളുകൾക്കിടയിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും 140 നിയമസഭാ മണ്ഡലങ്ങളിൽ പോയി അവരുടെ പരാതികൾ കേട്ട് അത് പരിഹരിക്കും എന്ന നവകേരള സദസ്സ്. ആ സദസ്സ് കഴിഞ്ഞതിന് ശേഷം അത് വെറും പൊള്ളയായിരുന്നു, അതുകൊണ്ടൊരു ഗുണവും ഉണ്ടായില്ല എന്ന് പ്രതിപക്ഷമടക്കം നിരന്തരം വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അവസാന വർഷത്തിലേക്ക് കടക്കുമ്പോൾ 982 കോടി രൂപ എന്ന വലിയൊരു തുക ആ നവകേരള സദസ്സിൽ കിട്ടിയ നിവേദനങ്ങൾ, ആവലാതികളും മറ്റും പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന മന്ത്രിസഭ അനുവദിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി സംസ്ഥാന സർക്കാർ ചർച്ചയിലായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് മന്ത്രിസഭയിൽ ഇതൊരു വിഷയമായി വന്നത്. ഇതിൽ 982 കോടി രൂപ എങ്ങനെ വിനിയോഗിക്കണം എന്ന കാര്യത്തിൽ ആസൂത്രണ വകുപ്പിൻ്റെ ആസൂത്രണ സമിതിയുടെ ഒരു വിദഗ്ധ അഭിപ്രായം കൂടി തേടി. അതനുസരിച്ചാണ് ഇത്രയും തുക ചെലവഴിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ പരമാവധി 7 കോടി രൂപയായിരിക്കും വിനിയോഗിക്കുക. അങ്ങനെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും വിനിയോഗിക്കാനുള്ള ഒരു തീരുമാനം. ഏത് പദ്ധതിക്കാണ് മുൻഗണന നൽകേണ്ടത് എന്ന കാര്യം ജില്ലാ കളക്ടറാണ് തീരുമാനിക്കേണ്ടത്. അത് ചീഫ് സെക്രട്ടറിയെ അറിയിക്കണം. ചീഫ് സെക്രട്ടറി കൂടി അനുമതി നൽകിയതിനു ശേഷം ആ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലകളിലേക്ക് അതിവേഗം കടക്കാനാകും. ഈ സർക്കാരിൻ്റെ കാലാവധിക്ക് മുമ്പ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ, ജനങ്ങളുടെ ആവലാതികളൊക്കെ പരിഹരിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിനു പിന്നിൽ സർക്കാരിനുണ്ട്. സുജയ, വിവരങ്ങൾ നൽകിയത് റഹീസ് റഷീദാണ്.